അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് അലീഷയുടെ കല്യാണം. ഇന്നലെ രാത്രി നമ്മളിവിടെ ഇരുന്നു നല്ല അടിപൊളിയായിരുന്നു. അലീഷ ഇപ്പൊ അവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കും. ഫുഡ് ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് ഒക്കെ കാണാം. രാവിലെ തന്നെ എല്ലാ പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് പിടിച്ച ദിവസം. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു 10:30 ആകുമ്പോഴേക്ക് ഇറങ്ങണം. ചെക്കനെ വിട്ടുകാരാണെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴേക്ക് എത്തും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുളിച്ചിട്ട് വേഗം പോകണം. അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കുളിക്കാനുണ്ട്. നല്ല തിരക്കുണ്ട്, അപ്പോൾ പെട്ടെന്ന് പോയി കുളിക്കണം. ഞങ്ങൾ ഇഡ്ഡലിയും ചിക്കൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ വീട്ടിലൊരു പരിപാടിയില്ല. അപ്പോൾ നമ്മുടെ അനിയത്തിൻ്റെ ആയാലും താത്തമ്മേൻ്റെ ആയാലും കല്യാണം ഉണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോഴും എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സ്വന്തം വീട് എങ്ങനെയാണ് അതേപോലെ തന്നെ ആയിരുന്നു അവിടെ. ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും റെഡിയായി കഴിയുമ്പോൾ തന്നെ ഒരു കുറച്ച് സമയത്തിന് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളാണെങ്കിൽ മേക്കപ്പിന് കയറിയിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് വൈകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ ഞാൻ എൻ്റെ ബാഗൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് അന്ന് തന്നെ വീട്ടിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ മണ്ഡപത്തിൽ പോയിട്ട് ഞങ്ങളുടെ ബാഗൊക്കെ അവിടെ വെക്കും. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിരുന്നു. സത്യം പറയുന്നത് രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. കഥയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ നല്ല രാത്രിയൊക്കെ. ഇനി പരീക്ഷയൊക്കെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിട്ടാണ് ഉറങ്ങുന്നത്. സമയം വൈകാനായി. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ അവൾക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവളുടെ അടുത്ത് പറഞ്ഞത് ഗിഫ്റ്റൊന്നും ഇല്ല, ഞങ്ങളെ വലിയ ഗിഫ്റ്റ്, ഞങ്ങൾ വരുന്നുണ്ടല്ലോ എന്തിനാ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. അവളത് കാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും പക്ഷെ അത് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളിത് കൊടുക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് എത്രയൊക്കെ ചെറുതാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടവർ കൊടുക്കുമ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടാവും. അവളാണെങ്കിൽ വൈകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 11 മണിയാകുമ്പോഴേക്കും മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ കുറച്ച് വൈകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിന് പോയി ഞങ്ങൾ ഞങ്ങളുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് ഫസ്റ്റ് ടൈം അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാഗൊക്കെ അവിടെ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജൊക്കെ നേരത്തെ തന്നെ പോയി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് അതുകൊണ്ട് നിക്കാഹിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടി കാത്തിരുണ്ട് ആ ദിവസം വന്നെത്തുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ ചെയ്തിട്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുൾ വീഡിയോ എടുക്കണം പറഞ്ഞിട്ടൊക്കെ ഇരുന്നതായിരുന്നു. പക്ഷെ തിരക്കിനിടയിലൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കണ്ടോ ഞങ്ങൾ ഇത്രയധികം വെയിറ്റ് ആക്കി നിൽക്കണം. ഞങ്ങൾ അവളുടെ ബ്രൈഡ് ലുക്കിൽ കണ്ടിട്ടേ ഇല്ല. അവളാണെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ടാവും അവളെ കാണാൻ, എങ്ങനത്തെ ലുക്കായിരിക്കും ഞങ്ങൾക്കിത് കാണാണ്ട് ഒന്നുമില്ല. പക്ഷേ ലാസ്റ്റ് അവൾ വന്നിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ സന്തോഷം, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്തിട്ട് മറക്കാതെ. പിന്നെ ഏകദേശം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലീഷയാണെങ്കിൽ 3 മണിക്ക് എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് രാവിലെ 3 മണിക്ക് എണിച്ച് കുളിച്ച് 5 മണിക്ക് ഫുഡ് കഴിച്ചതാണ്. പിന്നെ അതിനുശേഷം അവൾ നേരെ മേക്കപ്പിന് കയറിയിട്ട് അതിനിടയിൽ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് താഴത്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ ലവാണോ ചോദിച്ച് ലഫാണ്ട് ഒരു 4 വർഷമായിട്ട് പ്രണയിക്കുക. ഞാൻ അവളുടെ ഇപ്പോൾ 8ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. 8ാം ക്ലാസ് ഞങ്ങൾ ഒരുമിച്ചാണ്. +1 +2 ഇപ്പോൾ ഡിഗ്രിയും പഠിക്കുന്നത്. ഞങ്ങൾ ഡിഗ്രിയിൽ ഒരുമിച്ചാണ്. ശരിക്കും സത്യം പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് ചെക്കനിൽ ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. പിന്നെ അവൾ സ്റ്റേജിലേക്ക് കയറി പിന്നെ അവരുടേതായി ഫോട്ടോഷൂട്ടും മഹറിടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. സമയം വൈകിട്ടുണ്ടായിരുന്നു. അതിനിടയിലും അവൾ ഫുഡ് കഴിച്ചു എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അവൾക്ക്. എന്നാലും ഞങ്ങളുടെ കാര്യങ്ങൾ അവൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ നിക്കാഹ് പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ള പരിപാടിയായിട്ട് പിന്നെ കാണാം. ടാറ്റാ.